ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ മലയാള സാഹിത്യം എന്ന ലാംഗ്വേജ് പേപ്പറിലെ കഥാകവിത ഉപന്യാസ നോവൽ എന്ന ലാംഗ്വേജ് പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഒപ്പം പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലാതെയൊക്കെ ആയിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. വാട്സപ്പ് നമ്പറിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. 4ാമത്തെ ബ്ലോക്കിൽ നമുക്ക് 2 യൂണിറ്റുകളാണ് പഠിക്കാനുള്ളത്. യൂണിറ്റ് 1ഉം യൂണിറ്റ് 5ഉമാണ് കേട്ടോ. അപ്പോൾ യൂണിറ്റ് 1ലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്നത്. യൂണിറ്റ് 1 എന്ന് പറയുമ്പോൾ എന്താണ്, A-B എന്ന കോവിലൻ്റെ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതിലൊരുപാട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയാം. ആദ്യം ക്വസ്റ്റ്യൻ ഇതാണ്: മെക്കാനിക് മാധവൻ എന്ന കഥാപാത്രത്തെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? നോവലിസ്റ്റാണ് കോവിലനെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആൻസർ: സ്വാർത്ഥതയുടെ മൂർത്തരൂപമായിട്ടാണ് മെക്കാനിക് മാധവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പല പെൺകുട്ടികളെയും വഞ്ചിക്കുകയും സ്വാർത്ഥ മോഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് സൗഹൃദങ്ങളെയൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്നവനായിട്ടാണ് മാധവനെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത്രയാണ് 2 മാർക്കിന് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ: സേവാ സിംഗ്, തോമസ് എന്നീ കഥാപാത്രങ്ങളുടെ സവിശേഷതകളെ അവലോകനം ചെയ്യുക. MNSB എന്ന കഥയിൽ ആരാണ്? സേവാ സിംഗ്, തോമസ് എന്നീ കഥാപാത്രങ്ങളുടെ സവിശേഷതകളെ അവലോകനം ചെയ്യുക എന്നാണ് ആൻസർ. നാട്ടിൽ പണത്തിന് വേണ്ടി കൊലപാതകങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയാണ് ആര്? സേവാ സിംഗ്. പട്ടാളത്തിൽ സുരക്ഷിതനായിട്ട് അദ്ദേഹം കഴിയുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങൾ നടത്തിയിരുന്ന സേവാ സിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നത് കൊലപാതകത്തിന് ശമ്പളം ലഭിക്കുന്ന ഏക ഇടം പട്ടാളമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സദാസമയവും കറുപ്പ് തിന്ന് നടക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം എപ്പോഴും കൃഷ്ണഭക്തിഗാനം ആലപിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇത് മറ്റ് സിഖുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. സേവാസിംഗ് സിഖുകാരനല്ലേ, അപ്പോൾ അത് മറ്റ് സിഖുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മറ്റ് കഥാപാത്രങ്ങളായ ഡ്രൈവർ നിരഞ്ജൻ സിംഗിനോടും അതേപോലെ തന്നെ തോമസിനോടും ഒക്കെ കറയറ്റ വാത്സല്യമുള്ള ആളായിരുന്നു സേവാസിംഗ്. അമിതമായ അളവിൽ അവിൻ കഴിച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നും കഥയിൽ പറയുന്നുണ്ട്. ഇനി A-Bയിലെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ തോമസിനെ കുറിച്ചാണ് കേട്ടോ. A-B എന്ന് എഴുതേണ്ടിടത്ത് A+B എന്ന് എഴുതേണ്ടിടത്ത് A-B എന്ന് എഴുതിപ്പോയ തോമസ് ചെറിയാൻ തെറ്റായ കണക്കുകൂട്ടലുകളുടെയും ജീവിത നൈരാശ്യത്തിൻ്റെയും വിഷാദമൂകനായ പ്രതിനിധിയാണ്. അതായത് ഒരിക്കൽ പഠിക്കുന്ന കാലത്ത് A+B എന്ന് എഴുതേണ്ടടുത്ത് A-B എന്ന്, അതാണ് കഥയ്ക്ക് പേര് വരാൻ തന്നെ കാരണം അതാണ് കേട്ടോ. അദ്ദേഹം മലയാളിയാണ്. നോവലിലെ മറ്റ് കഥാപാത്രങ്ങളുമായിട്ട് അദ്ദേഹം അഭേദ്യമായ ബന്ധം പുലർത്തുന്നുണ്ട്. ഒരു മൈനസ്+ ആയപ്പോൾ തോമസിൻ്റെ ജീവിതത്തിൽ പലതും എന്തായി? മൈനസായി മാറി. ഇദ്ദേഹം മറ്റു കഥാപാത്രങ്ങളോട് സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത്രയാണ് ഇവർ 2 പേരെ കുറിച്ച് നമുക്ക് എഴുതാനുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്: പൂർണ്ണതയിലേക്കുള്ള അപൂർണതകളുടെ നിലക്കാത്ത പ്രയാണമാണ് ഈ ജീവിതം എന്ന അഭിപ്രായം A-Bയെ മുൻനിർത്തി പരിശോധിക്കുക എന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. ആൻസർ: കഥാപാത്രങ്ങളുടെ മാനസിക ചിത്രീകരണത്തിലൂടെ വികസിക്കുന്ന അതായത് മാനസിക ചിത്രീകരണത്തിലൂടെ വികസിച്ചു വരുന്ന ചിതറിയ കഥാപരിസരങ്ങളിൽ നിന്നാണ് A-B കഥ പറഞ്ഞു തുടങ്ങുന്നത്. വേദനകളുടെയും വിചിത്ര ഭാവനകളുടെയും ബോധധാര വ്യാഖ്യാനങ്ങളിൽ നിന്നാണ് വായനക്കാരന് മുൻപിൽ കോവിലൻ ഈ കഥകൾ ഓരോരുത്തരുടെയും കഥകൾ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അനാവരണം ചെയ്തിരിക്കുന്നത്. പട്ടാളക്കാരുടെ ജീവിത ചിത്രങ്ങളോടൊപ്പം ജീവിതം എന്ന സമസ്യയെ ഉൾക്കൊള്ളുന്ന ദാർശനിക വീക്ഷണങ്ങളും ഈ നോവലിൽ സുലഭമാണെന്ന് നോവലിൽ വിവരിച്ചിട്ടുണ്ട്. ആഴത്തിലുള്ള ഇത്തരം നിരീക്ഷണങ്ങൾ നോവലിൻ്റെ ഉൾക്കനം വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് വായിക്കുന്നവർക്ക് മനസ്സിലാവും. മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും അന്യവൽക്കരണത്തെക്കുറിച്ചുള്ള ദാർശനിക വിചാരങ്ങൾ ഈ നോവലിൽ നമുക്ക് കാണാൻ കഴിയും. പട്ടാള ക്യാമ്പിലെ ജീവിതവും അന്യവൽകൃതമായ മനുഷ്യരുടെ ദാർശനിക വ്യതകളും നോവലിന് നൽകുന്ന മാനങ്ങൾ അനവധിയാണ്. പട്ടാള ബാരക്കുകളിലെ ജീവിതത്തെ മുൻനിർത്തിയുള്ള സത്യസന്ധമായ കാഴ്ചപ്പാടുകൾ, അതുപോലെ അപമാനവീകരണം, ജീവിത നൈരന്തര്യം സൃഷ്ടിക്കുന്ന നിരർത്ഥകതയും വിരസതകളും എന്നു തുടങ്ങി ജീവിതത്തിൻ്റെ സമാന ഭാവനയെ പ്രതിനിധീകരിക്കുന്ന എല്ലാത്തിനെയും നോവല് പ്രമേയങ്ങളാക്കി സ്വീകരിച്ചിട്ടുണ്ട്. A-B എന്നതുകൊണ്ട് കോവിലൻ അർത്ഥമാക്കുന്നത് ജീവിതം പൂർണ്ണമല്ല എന്നാണ്. അപൂർണതകളുടെ പൂർണ്ണതയിലേക്കുള്ള പ്രവാഹമാണ് അതെന്ന് നോവലിസ്റ്റ് വിശ്വസിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള
എന്താണ് പറയുക, ഒരു വെറും ഉത്തരങ്ങളിൽ ഒതുങ്ങാത്ത ഒരു പാസിലാണ് ജീവിതമെന്ന് A-B പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് തന്നെയാണ് A-Bയിലൂടെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്ന ജീവിത ദർശനം. അതായത് ജീവിതം എന്തല്ല, ഇതിലുള്ള ഉത്തരത്തിന് ഒതുങ്ങുന്ന ഒന്നല്ല, അതിനൊരുപാട് വ്യാഖ്യാന തലങ്ങളുണ്ട് എന്നാണ് അത് പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മൂന്നാമത് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. മലയാളത്തിലെ ആദ്യ പട്ടാള നോവൽ എന്ന നിലയ്ക്ക് A-Bയുടെ ചരിത്ര പ്രാധാന്യത്തെ പരിശോധിക്കുക എന്നാണ്. മലയാളത്തിൽ ആദ്യത്തെ പട്ടാള നോവൽ ചോദിച്ചപ്പോൾ 1 വേർഡ് കിട്ടിയില്ലേ? ഏതാണ്? A-B. ആരുടെ? കോവിലൻ്റെ. 1958 പ്രസിദ്ധീകരിച്ച A-B എന്ന നോവലിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് മലയാള നോവൽ ചരിത്രത്തിൽ എന്ന KM തരകൻ സൂചിപ്പിക്കുക. മലയാള നോവൽ ചരിത്രത്തിൽ എന്നതൊരു പുസ്തകത്തിൻ്റെ പേരാണ് കേട്ടോ. അതിൽ KM തരകൻ സൂചിപ്പിക്കുന്നത് പട്ടാളക്കാരുടെ ജീവിതം ആവിഷ്കരിച്ച ആദ്യത്തെ നോവലാണ് A-B എന്നത് തന്നെയാണ് അതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്നതാണ്. അത്യാധുനിക നോവലിസ്റ്റുകളുടെ പ്രമേയമായി തീർന്ന അന്യവൽക്കരണവും അപമാനവീകരണവും ആദ്യമായിട്ട് ശക്തിയോടെ ആവിഷ്കരിച്ചത് കോവിലനാണെന്നും KM തരകൻ മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിൽ എന്നതിൽ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്. പട്ടാള ക്യാമ്പിലെ ജീവിതവും അന്യവൽകൃതനായ മനുഷ്യരുടെ ദാർശനിക വ്യതകളും നോവലിന് നൽകുന്ന മാനങ്ങൾ അനവധിയാണ്. പട്ടാള ബാരക്കുകളിലെ ജീവിതത്തെ മുൻനിർത്തിയുള്ള സത്യസന്ധമായ കാഴ്ചപ്പാടുകൾ, അപമാനവീകരണം, ജീവിത നൈരന്തര്യം തുടങ്ങി അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്ന നിരർത്ഥകതയും വിരസതകളും എന്ന് തുടങ്ങിയിട്ട് ജീവിതത്തിൻ്റെ സമാന ഭാവനയെ പ്രതിനിധീകരിക്കുന്ന എല്ലാത്തിനെയും നോവൽ പ്രമേയമാക്കി സ്വീകരിച്ചിട്ടുമുണ്ട്, അവതരിപ്പിച്ചിട്ടുമുണ്ട്. എഴുതപ്പെട്ട കാലത്തിൻ്റെ പരിസ്ഥിതികളെയും അതിൻ്റെ സാമൂഹ്യ ബോധങ്ങളെയും താരതമ്യം കൃത്യമായിട്ട് ആ ഒരു A-B എന്ന പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ ഒരു നോവലിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് അതിന് ആൻസർ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, A-B എന്ന നോവൽ ഇന്ത്യൻ ദേശീയതയെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെ? A-B എന്ന നോവൽ ഇന്ത്യൻ ദേശീയതയെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെ? അതും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. A-B എന്ന നോവൽ നിലനിൽക്കുന്നത് വിശാലമായൊരു ഇന്ത്യൻ ദേശീയ ബോധത്തിലാണ്. ജാതീയത, മതം, പ്രാദേശിക ചിന്തകൾ എന്നിങ്ങനെയുള്ള ഇതൊക്കെയുള്ള കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിലും മാനവികതയിൽ ഊന്നി നിൽക്കുന്ന പ്രധാന കഥാപാത്രങ്ങളുടെ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്നതിലാണ് നോവൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എഴുതപ്പെട്ട കാലത്തിൻ്റെ പരിസ്ഥിതികളോടും അതിൻ്റെ സാമൂഹിക ബോധങ്ങളോടും കൃത്യമായിട്ട് ഇടപെട്ട പുസ്തകമാണ് A-B. സ്വാതന്ത്ര്യത്തിലേക്ക് കാലൂന്നിയ സ്വതന്ത്ര ഇന്ത്യയിലെ പൗരൻ്റെ അതിലോലമായ ധാർമ്മിക സ്വത്വ പ്രതിസന്ധികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയതയുടെ വൈകാരികതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നോവലാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ബദ്ധശ്രദ്ധമായ പട്ടാള വ്യവസ്ഥയുടെ മാനുഷിക സംഘർഷങ്ങളെ വിശദീകരിച്ചിരിക്കുന്ന ഒരു ഏക കാരണം ഈ നോവലിൻ്റെ പ്രാമുഖ്യത്തെ വർദ്ധിപ്പിക്കുന്നു. അതായത് രാജ്യത്തെ സേവിക്കേണ്ട പട്ടാളക്കാരെ നമ്മൾ രാജ്യത്തെ സേവിക്കുന്നു, അതിർത്തിയിൽ നിൽക്കുന്നു, അവരെക്കുറിച്ച് നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ മാത്രം. പക്ഷെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആരും ചിന്തിക്കുന്നില്ല, ആരും പറയുന്നില്ല. അപ്പോൾ അത് പ്രത്യേകം എടുത്തു കാണിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളായിട്ട് പോലും അവർ രാജ്യത്തെ കാക്കുന്നു എന്നുള്ളത് എടുത്തു കാണിക്കുന്ന ഒരു നോവലാണ് A-B എന്നത്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പട്ടാള നോവലാണ് A-B. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടക്കുന്ന ദേശങ്ങളിൽ നിന്ന് പട്ടാളത്തിലേക്ക് എത്തുന്ന മനുഷ്യരെ എല്ലാം ചേർത്ത് സൈന്യം എന്ന വലിയൊരു കൂട്ടായ്മയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവർ ദേശീയതയുടെ പ്രതിനിധികളാണ്, അല്ലേ? ഓരോ ദേശത്ത് നിന്നും വന്നവരല്ലേ, ദേശീയതയുടെ പ്രതിനിധികളാണ്. സൈനിക ക്യാമ്പുകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള നിരവധി ചിത്രങ്ങൾ ഈ നോവൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ദേശീയതയുടെ സുപ്രധാന കർത്തവ്യങ്ങളിൽ ഒന്നാണ് മതം, ജാതി, ഭാഷ, പ്രദേശം എന്നിവയുടെ സ്വത്വബോധമില്ലാതെ രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാരുടെയും ക്ഷേമം ഉറപ്പാക്കുക എന്നത്. മാനവികത പുലർത്തുന്ന കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കാണ് നോവലിസ്റ്റ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതിന് ആൻസർ കൊടുക്കുക കേട്ടോ. ഇനി 10 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് ഇനി വരാൻ പോകുന്നത്. നോക്കുക, ജീവിതത്തിൽ പലതരത്തിലുള്ള തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ പട്ടാളക്കാരുടെ നിരർത്ഥകമായ ജീവിത ആവിഷ്കാരമാണ് A-B. വിശദീകരിക്കുക എന്നാണ്. അപ്പോൾ കവിതയെ മൊത്തം മുൻനിർത്തിയിട്ടൊരു വിവരണം കൊടുക്കണം. നോക്കുക, പട്ടാള ക്യാമ്പിലെ ചെറിയ ജീവിതത്തിൽ കാണുന്ന സ്നേഹവിദ്വേഷങ്ങൾ, അപമാനവീകരണം എന്നിവ വിഷയമാക്കിയുള്ള ഒരു നോവലാണ് A-B. ഈ ക്യാമ്പിലെ ജീവിതങ്ങളിലൂടെ ഇന്ത്യൻ ജനതയുടെ രൂപവൽക്കരണമാണ് കോവിലൻ നടത്തുന്നത്. ഭാവിയെക്കുറിച്ചുള്ള കൂട്ടിക്കിഴക്കലുകളെല്ലാം ദയനീയമായി പരാജയപ്പെട്ട ഒരു കൂട്ടം പട്ടാളക്കാരിലൂടെ ജീവിതത്തിൻ്റെ അപൂർണത അവതരിപ്പിക്കുകയാണ് ഈ നോവൽ ചെയ്യുന്നത്. തങ്ങൾക്ക് മാത്രം ചുമക്കാൻ പറ്റുന്ന ഒരു വേദനയിലാണ് അവരുടെ സ്വത്വം പൂർണ്ണമാക്കുന്നത്.
ആ വേദന കൊണ്ടാണ് നോവലിനുള്ളിൽ അവർ വ്യതിരിക്തരാകുന്നതും ഓരോ കഥാപാത്രങ്ങളും. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വന്ന വിവിധ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ കഥ കടന്നു പോകുന്നത്. നിത്യവും കള്ളുകുടിക്കാൻ ഉള്ള 5 അണക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിലിരിക്കുന്ന കാർപ്പൻ്റർ മുത്തയ്യ, പട്ടാളത്തിൽ പുതിയതായി ചേർന്ന തോമസിനോട് മാത്രമാണ് തൻ്റെ കഥകൾ പറയുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ ഒരു പ്രാവിനെ മോഷ്ടിച്ചതിൻ്റെ പേരിൽ ദുർഗുണ പരിഹാര പാഠശാലയിൽ പ്രവേശിക്കേണ്ടി വന്ന ഒരാളാണ് മുത്തയ്യ. അതിനിടയിൽ തൻ്റെ അച്ഛൻ മരണപ്പെട്ടതുപോലും അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല. മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഫിറ്റർ നായക് സേവാ സിംഗ്. നാട്ടിൽ പണത്തിനു വേണ്ടി കൊലപാതകങ്ങൾ നടത്തിയിരുന്ന ആളാണ് അദ്ദേഹം. കൊലപാതകത്തിന് ശമ്പളം നൽകുന്ന ഏക ഇടം പട്ടാളമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നാണ് കഥയിൽ പറയുന്നത്. ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള നിരവധി ചിത്രങ്ങളും ഈ നോവൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിലെ കഥാപാത്രമായ നായക് സേവാ സിംഗ് സിഖുകാരനാണെങ്കിലും കൃഷ്ണഭക്തി ഗാനങ്ങളാണ് എപ്പോഴും ആലപിക്കുന്നത്. വിശാലമായ മാനവികത പുലർത്തുന്ന ധാരാളം കഥാപാത്രങ്ങൾ A-Bയിലുണ്ട്. ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ തോമസ് A+B എന്ന് എഴുതേണ്ടിടത്ത് A-B എന്ന് എഴുതിയ തെറ്റ് കാരണം അദ്ദേഹത്തിൻ്റെ പല കണക്കൂട്ടലുകളും അദ്ദേഹത്തിൻ്റെ ജീവിത നൈരാശ്യത്തിൻ്റെയും വിഷാദമുഖതയുടെയൊക്കെ ഭാഗമായിട്ടത് മാറി. നോവലൈറ്റ് കഥാപാത്രങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന തോമസ് ഓപ്ഷണൽ മാത്തമാറ്റിക്സ് 2 മാർക്ക് നഷ്ടമായതുകൊണ്ട് മാത്രം 10ാം ക്ലാസ് തോറ്റ വ്യക്തിയാണ്, അല്ലെങ്കിൽ SLC പരീക്ഷ തോറ്റ നിർഭാഗ്യവാനാണ്. ഒരു -+ ആയപ്പോൾ തോമസിൻ്റെ ജീവിതത്തിൽ പലതും മൈനസായി മാറി. ലഹളക്കാർ അച്ഛൻ്റെ കഴുത്തറുക്കുന്നതും ഗർഭിണിയായ അമ്മയുടെ വയർ പിളർക്കുന്നതും കണ്ട് ഭയന്ന് മുൾക്കാട്ടിൽ ഒളിച്ചിരുന്ന കുട്ടിയായിരുന്ന നിരഞ്ജൻ എന്ന കഥാപാത്രം എത്ര ശ്രമിച്ചിട്ടും മറക്കാനാവാതെ ആ ദൃശ്യങ്ങൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നിരഞ്ജന് നായക് സേവാ സിംഗിനോട് പിതൃതുല്യമായ സ്നേഹമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ ചില കഥാപാത്രങ്ങൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതും അവരെ പരസ്പരം ആശ്വസിപ്പിക്കുന്നതും ആ നോവലിൽ കാണുന്നുണ്ട്. വിവാഹത്തിൻ്റെ 13ാം നാൾ പട്ടാളത്തിലേക്ക് മടങ്ങേണ്ടി വന്ന നായക് വിദ്യാധരൻ മറ്റൊരു കഥാപാത്രമാണ്. ഇത്തരം കഥാപാത്രങ്ങളുടെ മാനസിക ചിത്രീകരണങ്ങളിലൂടെ വികസിക്കുന്ന ചിതറിയ കഥാപരിസരങ്ങളിലൂടെയാണ് A-B കഥ പറയുന്നത്. വേദനകളും വിചിത്ര ഭാവനകളുടെയും ബോധധാരാ വ്യാഖ്യാനങ്ങളിലൂടെയാണ് ഈ കഥാപാത്രങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും അനുഭവിക്കേണ്ടി വരുന്ന സ്വത്വങ്ങൾ, പ്രതിസന്ധികൾ എന്നിവ വായനക്കാർക്ക് മുമ്പിൽ കോവിലൻ അവതരിപ്പിക്കുന്നത്. പട്ടാളക്കാരുടെ ജീവിത ചരിത്രത്തോടൊപ്പം ജീവിതം എന്ന സമസ്യയെ ഉൾക്കൊള്ളുന്ന ദാർശനിക വീക്ഷണങ്ങളും ഈ നോവലിൽ സുലഭമാണ്. അപ്പോൾ നമ്മൾ ഈ കഥാപാത്രങ്ങളെയും അവരുടെയൊക്കെ പെരുമാറ്റം ഇതിൽ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണ്? ഓരോ പട്ടാളക്കാരൻ്റെയും ജീവിതത്തിന് ഓരോ കഥ പറയാനുണ്ട് അല്ലേ? എന്നിട്ട് തന്നെ അതിൽ പറയുകയാണ് നമ്മൾ അതിൽ ചിലരുടെ കാര്യങ്ങൾ ചിലരെ മാത്രം തിരഞ്ഞെടുത്ത് അവരോട് മാത്രം പറയുന്നു. അപ്പോൾ എല്ലാവരോടും പറയാൻ പോലും മടിയുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുപോലും അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് പട്ടാളക്കാർ എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് ആ പട്ടാളക്കാരാണ് എന്ത് ചെയ്യുന്നത്, രാജ്യത്തിന് വേണ്ടി സേവിക്കുന്നതെന്നും അവരെ നമ്മൾ അവരുടേതായ രീതിയിൽ കണക്കാക്കണമെന്നും ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങൾ അതിലൂടെ കാട്ടിത്തരികയുമാണ് കോവിലൻ ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ആ ഒരു യൂണിറ്റിൽ വരും. ഓക്കെ, താങ്ക്സ്.